ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ഇടുക്കി വരെ ഒന്ന് പോയാലോ? ട്രിവാൻഡ്രത്തെ ചൂടിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇടുക്കിയിലെ തണുപ്പിലേക്ക് ഒന്ന് പോവാം അല്ലേ. ഇടുക്കിയിൽ എനിക്കൊരു കല്യാണമുണ്ട്, അതിന് വേണ്ടിയിട്ട് പോവാണ്. ലാസ്റ്റ് ഡേ നമ്മൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഒരു 9:30 ബസ്സിനായിരുന്നേ പോന്നിട്ടുണ്ടായിരുന്നേ. വെളുപ്പിനെ എത്തി. വന്ന സമയത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ വന്ന് കയറിയതേ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എത്തി. കടുങ്കാപ്പിയൊക്കെ കുടിച്ചു. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള വിഷ്വലാണ് ഇത്. അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു. അതായത് നമ്മൾ അത്രയും ചൂടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത് ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കൂട്ട് തണുപ്പായിരുന്നു. വെള്ളത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ അടുത്ത ട്രിപ്പ് ചായ കുടിയിലാണ്. ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായ കാപ്പി ഇങ്ങനെ മാറി മാറി കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നി. ക്ലൈമറ്റ് ഇതായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ലക്കി ബാമുവിന് കുറേ കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പം അമ്മ ഇങ്ങനെ മുറ്റത്ത് അത് ചെടിച്ചട്ടിയിലാക്കി കുറേ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഇവിടെ അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓവറായിട്ട് മഴ പെയ്യുന്ന സമയത്ത് കുറേ ചെടിയൊക്കെ പോവുമല്ലോ, അങ്ങനെ കുറേയൊക്കെ പോയി, കുറേയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. മുറ്റത്ത് ഇങ്ങനെ ചെടികളൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും നമുക്കൊരു മനസ്സിനൊരു സന്തോഷമല്ലേ. നമ്മുടെ വീട്ടിൽ പണ്ട് തൊട്ടേ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട്. ചെടി ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, എന്ത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുറ്റത്ത് പൊതുവേ കാണാറുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് ഈ സെറ്റിയിലിരുന്ന ടി വി കാണലായിരുന്നേ. കാര്യം എത്ര യൂട്യൂബിലൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സെർച്ച് ചെയ്യുന്നതല്ല നമ്മൾ യൂട്യൂബിലൊക്കെ കാണത്തുള്ളൂ. ടി വിയിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാനായിട്ട് എനിക്കിഷ്ടമാണ്. അങ്ങനെ രാവിലെ റോമൻസൊക്കെ കണ്ടിരുന്ന് ചപ്പാത്തി സാമ്പാറുമായിരുന്നേ. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ മിസ് ചെയ്ത് ശരിക്കും ട്രിവാൻഡ്രത്ത് പോയതിന് ശേഷമാണ്. പോർക്ക് കറി ഉണ്ടായിരുന്നേ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് കട്ടപ്പനക്കൂടെ കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും കൂടെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ വഴി. നമ്മുടെ വീടിൻ്റെ അവിടെ ഒരുപാട് ഇങ്ങനത്തെ പാറകളൊക്കെ ഉണ്ട്. അങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ കൂടി രാവിലെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. ഒരു മൂടി നിന്നൊരു കാലാവസ്ഥയായിരുന്നു. അത്യാവശ്യം ഇത് കണ്ടോ, മഞ്ഞുണ്ട് നല്ലതായിട്ട്, അതനുസരിച്ച് തണുപ്പും ഉണ്ടായിരുന്നേ. ഇപ്പോൾ വൃശ്ചിക മാസമൊക്കെ ആവാറായാലും ആ സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും നല്ല മഞ്ഞും ആയിരിക്കും. അങ്ങനെ നമ്മൾ KSRTCക്കാണ് പോയത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് KSRTCയിൽ ഇങ്ങനെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ചിട്ട് അടിപൊളി പാട്ടൊക്കെ ഇട്ടായിരുന്നു പോയത്. അങ്ങനെ നമ്മൾ കട്ടപ്പനയിലെത്തി. ഒത്തിരി നാളുകൾക്ക് ശേഷമാണല്ലോ കട്ടപ്പന ഇങ്ങനെ കറങ്ങുന്നത്. ഞായറാഴ്ച ചെന്നിട്ടുണ്ട്. അവിടെ കൂടുതൽ ഹിന്ദിക്കാരുടെ ഒരു ബഹളം തന്നെയാണ് കട്ടപ്പനയിൽ. അല്ലാതെ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ കുറവാണ്. ശനിയാഴ്ചയാണല്ലോ നമുക്കിവിടെ ചന്ത വരുന്ന ദിവസമൊക്കെ. ഞായറാഴ്ച പൊതുവേ തിരക്ക് കുറവുള്ള ഇതാണ്. നമ്മൾ അശോക ജംഗ്ഷനിൽ ഇറങ്ങി. എന്നിട്ട് അവിടുത്തെ തേയിലപ്പൊടി കടയിലൊക്കെ പോയി പതുക്കെ ഇന്ന് കട്ടപ്പന ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ സ്ഥിരം തേയിലപ്പൊടി മേടിക്കുന്നത്, അതായത് പണ്ട് തൊട്ടേ തേയിലപ്പൊടി മേടിക്കുന്ന കടയാണ്. അങ്ങനെ അവിടെ ചെന്നു. നമ്മൾ തേയിലപ്പൊടിയൊക്കെ മേടിച്ചു, തേൻ മേടിച്ചു, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച്. ഇവിടുന്ന് പോയി കഴിയുമ്പോഴത്തേനും അവിടുത്തെ തേയിലപ്പൊടി നമുക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. നമ്മളിവിടെ നല്ല തേയിലപ്പൊടിയൊക്കെ ഇട്ട് ചായ കുടിച്ചിട്ട് നമ്മൾ മിക്കപ്പോഴും ഇവിടുന്ന് തന്നെയാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. നമ്മുടെ കെറ്റിലൊന്ന് പണി മുടക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ പുതിയൊരു കെറ്റിലും കൂടെ മേടിച്ച്. പിന്നെ ചേച്ചിയുടെ മോളുടെ കൊലുസ്, വെള്ളിക്കൊലുസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്വല്ലറി പോയതാണ്. ട്രിവാൻഡ്രത്തുനിന്ന് മേടിക്കുന്ന കൊലുസ് പെട്ടെന്ന് പൊട്ടുന്നുണ്ട്, കളറും പോകുന്നുണ്ട്. അങ്ങനെ അത് മാറ്റി മേടിച്ചു. അതിന് ശേഷം കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ തലമുടി ഒന്ന് വെട്ടാമെന്ന് വിചാരിച്ചിട്ട് നാച്ചുറൽസിൽ പോയി. അവിടെ അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്യാണ്ടാണ് ചെന്നത്. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് നമുക്ക് തലമുടി വെട്ടാൻ പറ്റിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഉച്ചയ്ക്ക് ശേഷം മണിച്ചിത്രത്താഴ് മൂവിയൊക്കെ കണ്ടായിരുന്നു ലഞ്ചിന് ഇന്ന് ഞാൻ ചോറും രാവിലത്തെ സാമ്പാറും അതേപോലെ തന്നെ നത്തോലിമീൻ വറുത്തതുമായിരുന്നു ലഞ്ചിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കുടംപുളിയാണ്, നമ്മുടെ വീട്ടിൽ ഉണങ്ങാനായിട്ട് ഇട്ടേക്കുന്നതാണ്. ഇത് നമുക്ക് സെയിലുണ്ട്, അതായത് നാടൻ കുടംപുളി ഇല്ല, അതുകൊണ്ടുതന്നെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഉണക്കിയിട്ട് നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ട്. കുടംപുളി അറിയാമല്ലോ, എത്ര നാൾ വെച്ചാലും അതിനൊന്നും പറ്റത്തില്ല, ഇരിക്കുന്നോറും അതിൻ്റെ പുളി ഊറി വരത്തതേ ഉള്ളൂ. അപ്പോൾ വേണ്ടവരാരെങ്കിലും കമൻറ്റ് ചെയ്ത് നമുക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റും. ഇത് നമ്മുടെ ഇവിടുത്തെ പൂച്ചയാണ്, സുട്ടുമണി. ഒത്തിരി നാളുകൂടി കണ്ടതിന് ശേഷമുള്ള സ്നേഹപ്രകടനമാണ്. ഇടുക്കിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ, അതായത് എവിടെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ ഇങ്ങനെ കാണും. പാഷൻ ഫ്രൂട്ട് ആയിക്കോട്ടെ, ജാതിക്ക ആയിക്കോട്ടെ, ഗ്രാമ്പു ആയിക്കോട്ടെ. ഇതിപ്പോൾ നമ്മുടെ മുറ്റത്ത് വയ്ക്കുന്നൊരു വാഴയാണ്. വാഴച്ചുണ്ട് തോരൻ എൻ്റെ ലഞ്ച് ബോക്സിൽ ഒരു പ്രധാന ഐറ്റമായിരുന്നു. ട്രിവാൻഡ്രത്തേക്ക് പോയതിന് ശേഷം അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈവനിങ് ആയി, നാളത്തേക്കുള്ള സാരിയൊക്കെ അയൺ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.